ഇന്നൊരു നണ്ടിൻ്റെ സുക്കാക്ക അതിലേക്ക് കുറച്ച് മുളക് എടുത്തിന്, പിന്നെ കുറച്ചൊരു കൊത്തമ്പരി, ജീരക, പിന്നെ മെത്ത ഒരു ചൂറ് നല്ല മുളക്, പിന്നെ കുറച്ചൊരു കടു, പിന്നെ കുറച്ച് ഗരം മസാല. ഇനി ഇത്ര ഡ്രൈ റോസ്റ്റ് ആക്കിന. പിന്നെ ഈ തേങ്ങ ഒരു ഇടി ഫുള്ള് തേങ്ങ ഉണ്ട്, തേങ്ങ പിന്നെ കുറച്ചൊരു നീരുള്ളി, പിന്നെ കറിച്ചപ്പ്, പിന്നെ ഒരു 6 വെള്ളുള്ളി ഇട്ടിട്ട് എണ്ണ ഇട്ടിട്ട് കുറച്ചൊരു എണ്ണ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ആക്കിയത്. ഇത് ഇതിലൊക്കെ ഒഗ്ഗരണക്ക് ടൊമാറ്റോ, പിന്നെ നീരുള്ളി, കൊത്തമല്ലി ചപ്പ്, പിന്നെ കറിച്ചപ്പ്, പിന്നെ ശുಂಠಿ പേസ്റ്റ് പേര്. ഇനിയിപ്പോൾ പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ആക്കണം. ഇത് തരി തരി പോലെ ഗ്രൈൻഡ് ആക്കിയിട്ട് വരുന്നു. മുളകിൻ്റെ പേസ്റ്റ് റെഡിയായി, തേങ്ങയും റെഡിയാക്കിയ. കബാബ് ആക്കാൻ കബാബ് പൗഡർ, പിന്നെ ചിക്കൻ, പിന്നെ ലിംബപ്പുളി, കറിച്ചപ്പ്, പിന്നെ കുറച്ച് ബെൽത്തെ എള്ള് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിന. ഇപ്പോൾ ബനലേക്ക് കുറച്ച് എണ്ണ ബീത്തിട്ട് തേങ്ങ എണ്ണ ബീത്തിന, അതിലേക്ക് നീരുള്ളി, പിന്നെ കറിച്ചപ്പ്, പിന്നെ ടൊമാറ്റോ 3 ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നില്ല സോക്കിൽ ബാടണം. അതായ പിന്നെ നണ്ട് മുറിച്ചതെന്തുണ്ട ഞാൻ നണ്ടിനെ ഇട്ടിട്ട് നല്ല ബാടിക്കണം. അത് കുറച്ച് സെക്ക പേരിന് ഇങ്ങനെ മൂടിയിട്ട് വെച്ചാൽ കഴിയും. അപ്പോൾ അത് കളർ ചേഞ്ച് ആകുന്നു, പാതി വേവുന്നു. ഇപ്പം നിങ്ങൾ ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് ഇടണം കുറച്ചാ ടേസ്റ്റൊക്കെ. ഇതിപ്പോൾ സെക്ക വന്നിട്ട് നോക്കി കളർ ചേഞ്ച് ഓറഞ്ച് കളറായാലേ. ഇതായി പിന്നെ കടഞ്ഞിട്ട് വെച്ച മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നല്ല വേപ്പിക്കണം. കുറച്ചാ മൂടിയിട്ട് വെച്ചിട്ട് തണ്ണി വീത്താനില്ല, അതിൻ്റെ അതേ തണ്ണി വരുന്നത്. അതായത് പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കടഞ്ഞിട്ട് വെച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അതിനെ ഇടണം. അത് വെന്തിട്ടായ പിന്നെ കുറച്ച് മീത്ത കൊത്തപ്പരി ചപ്പിട്ട് കറി റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി. താങ്ക് യു.